മാച്ചു പിച്ചു എന്ന ലോക മഹാത്ഭുതത്തെപ്പറ്റി കേട്ടിട്ടുള്ളവരായിരിക്കും നിങ്ങൾ എല്ലാവരും. ഒരിക്കലെങ്കിലും മാച്ചു പിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും. മാച്ചു പിച്ചു നിർമ്മിച്ച ഇൻക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം പെറുവിലെ കുസ്കോ നഗരമായിരുന്നു. ഇൻക കാലത്ത് സാംസ്കാരികമായി വലിയ വികാസം നേടിയ നഗരം. ഇൻക ഭരണം തകർത്തുകൊണ്ട് അധിനിവേശം നടത്തിയ സ്പെയിൻകാർ ഈ നഗരത്തിന്റെ സ്വത്വത്തെ തന്നെ തകർത്തെറിഞ്ഞു. തുടർന്ന് ഇങ്ങോട്ട് ഒരു സ്പാനിഷ് കോളനിയായി ഇവിടെ മാറി. ഇൻക കാലഘട്ടത്തിന്റെയും സ്പാനിഷ് കൊളോണിയൽ കാലഘട്ടത്തിന്റെയും ഓർമ്മകളാണ് കുസ്കോയുടെ മുഖ്യ ആകർഷണം. അതോടൊപ്പം പരസ്പരം ലയിച്ചു ചേർന്ന സ്പാനിഷ് അമരേന്ത്യൻ സംസ്കാരങ്ങളുടെ സവിശേഷതകളും. പോകാം ആൻഡിസ് മലനിരകളുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കുസ്കോയുടെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് കുസ്കോ നഗരത്തിലെ പ്രധാനപ്പെട്ട 8 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം പ്ലാസ മയോർ, തുടർന്ന് കുസ്കോ ബസ് ടൂർ, അടുത്തതായി കോറിക്കഞ്ച, പിന്നെ സാൻ പെഡ്രോ മാർക്കറ്റ്, തുടർന്ന് സാൻ ബ്ലാസ് നെയ്ബർഹുഡ്, അവിടെ നിന്നും സലീനാസ് ഡെ മാരാസ്, പിന്നെ ഹുമൻഡായി ലേക്ക്, അവസാനമായി മാച്ചു പിച്ചു. കുസ്കോയുടെ സാംസ്കാരിക കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാനാകുന്ന പ്ലാസ മയോറിൽ നിന്നും നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ അതിരിടുന്ന ബൃഹത്തും മനോഹരവുമായ ചത്വരമാണിത്. ഇൻക സാമ്രാജ്യകാലത്തും പിന്നീട് കൊളോണിയൽ ഭരണം നിലവിൽ വന്നപ്പോഴും ഇവിടമായിരുന്നു ഭരണകേന്ദ്രം. അതുകൊണ്ട് തന്നെ ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് പ്ലാസ മയോർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ദേവാലയങ്ങളാണ് പ്ലാസ മയോറിലെ ഒരു പ്രധാന കാഴ്ച. കുസ്കോ കത്തീഡ്രൽ, കമ്പാനിയൻ ഓഫ് ജീസസ് ചർച്ച് എന്നിവ ഇതിൽ ഉൾപ്പെടും. ഇതിൽ കുസ്കോ കത്തീഡ്രലാണ് പ്രധാനം. ഇൻക ചക്രവർത്തിയുടെ കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്ന ഇടത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ദേവാലയമാണിത്. ദേവാലയം ഒഴികെ ചത്വരത്തിനു ചുറ്റുമുള്ളതെല്ലാം കൊളോണിയൽ കാല ഇരുനില മന്ദിരങ്ങളാണ്. പൗരാണികത ഒട്ടും ചോർന്നു പോകാതെ സംരക്ഷിച്ചിട്ടുള്ള നിർമ്മിതികൾ. സ്പാനിഷ് ശൈലിയിലാണ് ഇവയുടെ രൂപകൽപ്പന. ബാൽക്കണികൾ, മേൽക്കൂരയിലെ കമാനങ്ങൾ എന്നിവയെല്ലാം സ്പാനിഷ് വാസ്തുവിദ്യയെ ഓർമ്മിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഈ കെട്ടിടങ്ങളിലെല്ലാം ടൂറിസവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻക സംസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്ന സുവനീറുകൾ വിൽക്കുന്ന ധാരാളം കടകൾ ഇതിൽ ഉൾപ്പെടും. രുചികരമായ പ്രാദേശിക വിഭവങ്ങൾ വിളമ്പുന്ന റെസ്റ്റോറന്റുകളാണ് മറ്റൊരാകർഷണം. പ്ലാസ മയോറിൽ നിരവധി ശില്പങ്ങളും കാണാനാവും. ഇൻക സാമ്രാജ്യം ഏകോപിപ്പിച്ച പാച്ചക്കുട്ടിയുടെയും പെറുവിന്റെ ദേശീയ നേതാക്കളുടെയും പ്രതിമകൾ ഇവിടെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകളാകുന്നു. പ്ലാസ മയോറിന്റെ കോണുകളിൽ നിന്നെല്ലാം തെരുവുകൾ നീണ്ടുപോകുന്നുണ്ട്. നഗരത്തിലെ മറ്റ് ചത്തുരങ്ങളിലേക്കാണ് പാതകൾ ചെന്ന് അവസാനിക്കുന്നത്. പ്ലാസ മയോറിൽ നിൽക്കുമ്പോൾ
മലനിരകൾ ഉൾപ്പെടുന്ന ചുറ്റുവട്ടവും ഒരു കാഴ്ചയാണ്. മലഞ്ചെരിവിലേക്കും നീണ്ടുപോകുന്ന നഗരഭാഗങ്ങൾ രാത്രിയിൽ കൂടുതൽ നിറപ്പകിട്ടാർന്ന ദൃശ്യങ്ങൾ സമ്മാനിക്കുന്നു. രാത്രിയിൽ പ്ലാസ മയോർ ഒരു വേറിട്ട കാഴ്ച അനുഭവം തന്നെയാണ്. മനോഹരമായ വൈദ്യുത വിളക്കുകൾ തെളിയുന്നതോടെ പഴമയുടെ ഭംഗി കൂടുതൽ ആകർഷകമാകും. ഇനി നമുക്ക് കുസ്കോയിലും പരിസര പ്രദേശങ്ങളിലുമായി രസകരമായ ഒരു ബസ് ടൂർ നടത്താം. കുസ്കോ നഗരത്തിനപ്പുറം ഗ്രാമങ്ങളിലേക്കും ചില ഇൻക ആർക്കിയോളജിക്കൽ സൈറ്റുകളിലേക്കും ബസ് കടന്നു ചെല്ലുന്നുണ്ട്. മുകൾ ഭാഗം തുറന്ന ഡബിൾ ഡെക്കർ ബസ്സാണെന്നതാണ് ഈ യാത്രയുടെ മുഖ്യ ആകർഷണം. മുകൾ നിലയിൽ സീറ്റ് കിട്ടിയാൽ തടസ്സങ്ങളൊന്നുമില്ലാതെ ചുറ്റുവട്ട കാഴ്ചകളെല്ലാം ഭംഗിയായി കാണാൻ കഴിയും. തുടക്കത്തിൽ ഡൗൺ ടൗണിലെ ഇടവഴികളിലൂടെയാണ് ബസിന്റെ യാത്ര. പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കും മുന്നിലൂടെ ഈ ഘട്ടത്തിൽ ബസ് കടന്നുപോകും. കാണുന്ന കാഴ്ചകളെപ്പറ്റി വിശദീകരണം നൽകാൻ ഒരു ഗൈഡും ബസ്സിലുണ്ടാകും. ഓൾഡ് കുസ്കോയിലെ ഇടവഴികളിലൂടെ നടന്ന് കാണുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് ബസിന്റെ മുകൾ നിലയിലിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ. സ്പാനിഷ് ഓടുപാകിയ കെട്ടിടങ്ങളുടെ നിര ഈ യാത്രയിൽ കൂടുതൽ വ്യക്തമായി കാണാം. കൊളോണിയൽ കാല രൂപഭാവങ്ങളിൽ നിന്നും അധികം വ്യത്യാസം വരാത്ത ഡൗൺ ടൗണും ബസ് ടൂറിലെ സവിശേഷ ദൃശ്യാനുഭവമാകുന്നു. നഗരത്തിലുള്ള കറക്കം കഴിയുമ്പോൾ സമീപത്തെ മലഞ്ചെരിവിലൂടെ ബസ് കയറ്റം കയറി തുടങ്ങും. മല കയറി കഴിഞ്ഞാൽ പിന്നെ സന്ദർശിക്കുന്നത് ഗ്രാമങ്ങളാണ്. അമരേന്ത്യൻ ജനങ്ങൾ പാരമ്പര്യ ജീവിതം നയിക്കുന്ന ആൻഡീസ് വില്ലേജുകൾ. ഗ്രാമത്തിലെത്തുമ്പോൾ ടൂർ കമ്പനി ഏർപ്പെടുത്തിയ ആളുകൾ ചില അനുഷ്ഠാനങ്ങളൊക്കെ നമുക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാറുണ്ട്. സക്സായി വാമൻ, പുക പുക്കാറ എന്നിവയൊക്കെ ബസ് ടൂറിൽ കാണുന്ന ഇൻക സൈറ്റുകളാണ്. ചെത്തിമിനുക്കിയ വലിയ ശിലാഖണ്ഡങ്ങൾ സക്സായി വാമനിൽ അത്ഭുത കാഴ്ചയാകുന്നു. കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്നാണ് ടൺ കണക്കിന് ഭാരമുള്ള കല്ലുകൾ ഇവിടേക്ക് എത്തിച്ചിരുന്നത്. ബസ് ടൂറിൽ സുവനീർ ഷോപ്പുകളും ചില ഷോപ്പിംഗ് കോംപ്ലക്സുകളും സന്ദർശിക്കാനാകും. അതുപോലെ താഴ്വരയുടെയും മലനിരകളുടെയും മനോഹര ദൃശ്യങ്ങൾ സമ്മാനിക്കുന്ന വ്യൂ പോയിന്റുകളും. ഇതിൽ ഏറ്റവും പ്രധാനം കുസ്കോ നഗരത്തിന് മുകളിലായി പുകാമഗോ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന വൈറ്റ് ക്രൈസ്റ്റ് അഥവാ ക്രിസ്റ്റോ ബ്ലാങ്കോ എന്നറിയപ്പെടുന്ന യേശു ക്രിസ്തുവിന്റെ ഒരു പ്രതിമയാണ്. ചരിത്രപ്രസിദ്ധമായ കുസ്കോ നഗരത്തെ നോക്കി നിൽക്കുന്ന ഈ പ്രതിമ സമാധാനത്തിന്റെയും സംരക്ഷണത്തിന്റെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു തളിക പോലെ വിരിഞ്ഞു കിടക്കുന്ന കുസ്കോയുടെ അതിമനോഹരമായ കാഴ്ചകൾ ഈ മലമുകളിൽ നിൽക്കുമ്പോൾ കാണാനാവും. അടുത്തതായി നമുക്ക് ഇൻക സാമ്രാജ്യത്തിന്റെ രാജകീയ ക്ഷേത്രമായിരുന്ന കോറിക്കഞ്ച സ്ഥിതി ചെയ്തിരുന്ന സ്ഥാനത്തേക്ക് പോകാം. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റാണിത്. സ്പാനിഷ് കൊളോണിയൽ കാലത്ത് ക്ഷേത്രം തകർത്ത് കളഞ്ഞ് സാന്തോ ഡോമിംഗോ എന്ന ദേവാലയം സ്ഥാപിച്ചിരുന്നു. ആ ദേവാലയവും കോൺവെന്റുമാണ് ഇപ്പോൾ കാണാനുള്ളത്. കോറികഞ്ച ക്ഷേത്രത്തിൻ്റെതായി അവശേഷിക്കുന്നത് അടിത്തറയുടെ ചില ഭാഗങ്ങൾ മാത്രമാണ്. ഈ ശിലാബ്ലോക്കുകളിൽ നിന്നും കോറിക്കഞ്ച എത്ര ബൃഹത്തായ ക്ഷേത്രമായിരുന്നുവെന്ന് ഊഹിക്കാനാകും. ക്ഷേത്രം പൊളിച്ച അതേ സ്ഥാനത്ത് തന്നെയാണ് പിന്നീട് പള്ളി മന്ദിരം കെട്ടിപ്പൊക്കിയത്. പള്ളിക്കുള്ളിലേക്ക് സന്ദർശകർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്.
പതിവ് സ്പാനിഷ് ശൈലിയിൽ നടുമുറ്റത്തോടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള കോംപ്ലക്സ് ആണിത്. നടുമുറ്റത്തിനു ചുറ്റും സ്പാനിഷ് ആർക്കിടെക്ചറിലുള്ള ഇരുനില മന്ദിരങ്ങളും സ്ഥിതി ചെയ്യുന്നു. മനോഹരമായ ചിത്രങ്ങളും ശില്പങ്ങളും കൊണ്ട് അലങ്കൃതമാണ് ദേവാലയത്തിന് ഉൾവശം. കോറിക്കഞ്ച ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങൾ നടുമുറ്റത്തിനു ചുറ്റും സംരക്ഷിച്ചിട്ടുണ്ട്. ഉറപ്പോടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇൻകകൾക്കുണ്ടായിരുന്ന പ്രാഗൽഭ്യം ഈ അടിത്തറയിൽ കാണാനാകും. കൃത്യമായ അളവിൽ ചെത്തിയെടുത്ത് മിനുക്കിയ ബ്ലോക്കുകളാണ് നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരുന്നത്. കൂടാതെ മേൽക്കൂരയിലെ പാളിയായും ശില്പങ്ങളായും സ്വർണത്തിന്റെ വലിയൊരു ശേഖരവും ഇവിടെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ ഭാഗമായിരുന്ന ഉദ്യാനമാണ് മറ്റൊരു കാഴ്ച. പുൽത്തകിടിയായി സംരക്ഷിച്ചിട്ടുള്ള ഉദ്യാനത്തിനടിയിൽ ഇപ്പോൾ ഒരു ഭൂഗർഭ മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട്. കോറിക്കഞ്ച ക്ഷേത്ര സൈറ്റിൽ നിന്നും കണ്ടെടുത്ത പുരാവസ്തുക്കൾ ഇവിടെയാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സാൻ പെഡ്രോ മാർക്കറ്റാണ് ഇനി കാണേണ്ടത്. പ്ലാസ മയോറിൽ നിന്നും സാന്താ ക്ലാര സ്ട്രീറ്റിലൂടെ നടന്നാൽ ഇവിടേക്കെത്താം. സാൻ പെഡ്രോ സ്ക്വയറിലാണ് പാത ചെന്നവസാനിക്കുന്നത്. സ്ക്വയറിന് മുന്നിലായി സാൻ പെഡ്രോ ചർച്ച് സ്ഥിതി ചെയ്യുന്നുണ്ട്. സ്ക്വയറിന് ഇടതുവശത്തുള്ള തകരമേഞ്ഞ ഷെഡിലാണ് മാർക്കറ്റിന്റെ സ്ഥാനം. കുസ്കോ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റാണിത്. തദ്ദേശീയരും ടൂറിസ്റ്റുകളും വരുന്ന മാർക്കറ്റിൽ സുവനീറുകൾക്ക് പുറമെ മാംസം അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കളും ലഭ്യമാണ്. 18-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന മാർക്കറ്റാണിത്. ടൂറിസം വികസിച്ചതോടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാർക്കറ്റിനെ മാറ്റുകയായിരുന്നു. തനത് ലാറ്റിൻ അമേരിക്കൻ രൂപഭാവങ്ങളാണ് സാൻ പെഡ്രോ മാർക്കറ്റിനുള്ളത്. കെട്ടിടത്തിനുള്ളിൽ ഇടവഴിയുടെ വശങ്ങളിൽ സ്റ്റാളുകൾ സ്ഥാപിച്ച് വിൽപ്പന വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അമരേന്ത്യൻ ഗോത്രവർഗ സംസ്കാരത്തിന്റെ ഭാഗമായ വിവിധതരം വസ്തുക്കൾ ഇവിടെ നിന്നും വാങ്ങാനാകും. മനോഹരമായ വസ്ത്രങ്ങൾ, ബാഗുകൾ, തൊപ്പികൾ, ഷാളുകൾ, മറ്റ് കരകൗശല വസ്തുക്കൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടും. നിറപ്പകിട്ടാർന്ന അമരേന്ത്യൻ വസ്ത്രങ്ങൾ മാർക്കറ്റിന്റെ സവിശേഷതയാണ്. നിറങ്ങളുടെ വൈവിധ്യം എല്ലാ ഉൽപ്പന്നങ്ങളിലും കാണാനും കഴിയും. ജ്യൂസ് ഷോപ്പുകളാണ് മാർക്കറ്റിന്റെ മറ്റൊരാകർഷണം. നിരന്നിരിക്കുന്ന ജ്യൂസ് സ്റ്റാളുകളിൽ വിളമ്പുന്ന പലതരം ജ്യൂസുകൾ മാർക്കറ്റിന്റെ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മാംസം വിൽക്കുന്ന സ്റ്റാളുകളാണ് മറ്റൊരു ഭാഗത്ത്. ചൈനയിലെയും തായ്ലൻഡിലെയും പോലെ മൃഗങ്ങളുടെ വിചിത്രമായ ശരീരഭാഗങ്ങൾ ഇവിടെ ലഭിക്കും. അടുത്തതായി കാണേണ്ടത് സാൻ ബ്ലാസ് എന്ന നെയ്ബർഹുഡ് ആണ്. കുസ്കോയിലെ ആർട്ടിസാൻസ് ഡിസ്ട്രിക്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശം. കരകൗശല വിദഗ്ധരുടെയും കലാകാരന്മാരുടെയും കേന്ദ്രമാണിവിടം. അതുകൊണ്ട് തന്നെ കലയെ സ്നേഹിക്കുന്ന വിനോദസഞ്ചാരികൾ ധാരാളമായി സാൻ ബ്ലാസിൽ സമയം ചിലവിടുന്നു. ആർട്ട് ഗ്യാലറികളാണ് സാൻ ബ്ലാസിലെ ഒരാകർഷണം. ലാറ്റിൻ അമേരിക്കൻ ചിത്രകലാ ശൈലിയിൽ തയ്യാറാക്കിയ ചിത്രങ്ങളുടെ വലിയ ശേഖരം തന്നെ ഇവിടുത്തെ ഗ്യാലറികളിലുണ്ട്. ഇനിയുള്ളത് ആർട്ടിസാൻ വർക്ക്ഷോപ്പുകളാണ്.
ഭംഗിയേറിയ കരകൗശല വസ്തുക്കൾ ലൈവായി നിർമ്മിക്കുന്ന ഇടങ്ങൾ, സർഗാത്മകതയുടെ വിവിധ ഭാഗങ്ങൾ ഇവിടെയെല്ലാം നമുക്ക് നേരിൽ കണ്ട് ആസ്വദിക്കാനാകും. വീതി കുറഞ്ഞതും കല്ലുപാകിയതുമായ തെരുവുകളാണ് സാൻ ബ്ലാസിലുള്ളത്. പോയ കാലത്തെ ഉള്ളിലൊതുക്കുന്ന തെരുവുകളുടെ രൂപത്തിന് നൂറ്റാണ്ടുകൾക്കിപ്പുറവും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. ഇൻക കാലത്തെ അടിത്തറകൾക്ക് മുകളിൽ കെട്ടിയുയർത്തിയ കെട്ടിടങ്ങൾക്കിടയിലൂടെയാണ് ഈ വഴികൾ നീണ്ടുപോകുന്നത്. കല്ലുകളെ ചെത്തിമിനുക്കി വിടവില്ലാതെ കൂട്ടിയിണക്കുന്നതിൽ ഇൻകകൾ പ്രകടിപ്പിച്ചിരുന്ന വൈദഗ്ധ്യം ഇവിടെ ഒരു അത്ഭുത കാഴ്ചയാണ്. റെസ്റ്റോറന്റുകൾ, ഗ്യാലറികൾ, മ്യൂസിയങ്ങൾ, സുവനീർ ഷോപ്പുകൾ എന്നിവ പാതകളുടെ വശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്ലാസോ ലേറ്റ ദെ സാൻ ബ്ലാസ് ആണ് നെയ്ബർഹുഡിലെ പ്രധാന സ്ക്വയർ. ആളുകൾ ഒത്തുകൂടുകയും സമയം ചിലവിടുകയും ഒക്കെ ചെയ്യുന്ന ഇടം. സാൻ ബ്ലാസിന്റെ സാംസ്കാരിക ഹൃദയമെന്നും ചത്തുരത്തെ വിശേഷിപ്പിക്കാം. ഇനി കാണേണ്ടത് സലീനാസ് ഡെ മാരാസ് എന്ന ഡെസ്റ്റിനേഷനാണ്. മലനിരയിൽ നിന്നും ഉത്ഭവിക്കുന്ന ലവണ സാന്നിധ്യമുള്ള ജലം കുറുക്കിയെടുത്ത് ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം. മലഞ്ചെരുവിൽ ടെറസുകൾ സ്ഥാപിച്ചാണ് വെള്ളം വറ്റിക്കുന്നത്. ഇൻകകളുടെ കാലം മുതൽ തുടർന്നു വരുന്ന രീതിയാണിത്. ഇന്ന് തിരക്കേറിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും സംരക്ഷിക്കപ്പെടുന്ന ആർക്കിയോളജിക്കൽ സൈറ്റുമാണ് സലീനാസ് ഡെ മാരാസ്. നിലവിൽ ഒരു സഹകരണ സംഘത്തിന്റെ കീഴിൽ ഇതിന്റെ നടത്തിപ്പ് കൈകാര്യം ചെയ്യുന്നു. 400ഓളം കുടുംബങ്ങൾ ചേർന്നാണ് ഉപ്പുതടങ്ങളിലെ പ്രവൃത്തികൾ നിർവഹിക്കുന്നത്. മലമുകളിലെ ചൂട് നീരുറവയിൽ നിന്നുള്ള വെള്ളം നിറച്ച് 3 ദിവസം വറ്റിക്കുക എന്നതാണ് ആദ്യഘട്ടം. ഈ പ്രക്രിയ 1 മാസത്തോളം തുടരും. അതോടെ ശേഖരിക്കാൻ ആവശ്യമായ ഉപ്പ് തടത്തിൽ അവശേഷിക്കും. തടങ്ങൾ സംരക്ഷിക്കേണ്ടതുള്ളതിനാൽ ഉള്ളിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. പകരം വ്യൂവിംഗ് പോയിന്റുകളിൽ നിന്നുകൊണ്ട് കാഴ്ചകൾ കാണാം. സൂര്യപ്രകാശത്തിലും ഋതുക്കളിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഉപ്പുതടങ്ങളിൽ ഉണ്ടാകുന്ന നിറഭേദമാണ് ഇവിടുത്തെ ഒരു മുഖ്യ ആകർഷണം. കുസ്കോയ്ക്ക് സമീപമുള്ള മറ്റൊരു മനോഹര ഡെസ്റ്റിനേഷനാണ് ഹുമൻഡായ് ലേക്ക്. പർവ്വതമുടികൾക്കിടയിലെ തളിക പോലൊരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന തടാകമാണിത്. ഹിമാനികളിൽ നിന്നും ഒഴുകി വരുന്ന ജലമായതിനാൽ മരതക പച്ച നിറമാണ് തടാകത്തിനുള്ളത്. ആൻഡീസ് പർവ്വതത്തിന്റെ പശ്ചാത്തലത്തിൽ ഹുമൻഡായ് തടാകം തികച്ചും വ്യത്യസ്തമായ കാഴ്ചകൾ സന്ദർശകർക്ക് സമ്മാനിക്കുന്നു. ട്രെക്കിംഗ് ആണ് ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റി. അല്പം ദുഷ്കരമാണെങ്കിലും പർവ്വതത്തിന്റെ ഗംഭീരമായ കാഴ്ചകൾ യാത്രക്കിടയിൽ ആസ്വദിക്കാനാകും. നല്ല ശാരീരികക്ഷമത ഇല്ലാത്തവരെ ട്രെക്കിംഗ് നടത്തുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. നടന്നല്ലാതെ കുതിരപ്പുറത്തേറിയും ഇവിടേക്ക് എത്താനാകും. 1 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാകുന്ന യാത്രയാണിത്. രാത്രിയിൽ തങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് ക്യാമ്പിങ്ങിനും തടാകത്തിനരികിൽ സൗകര്യമുണ്ട്. ഇനി നമ്മുടെ യാത്ര മാച്ചു പിച്ചുവിലേക്കാണ്. ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻ. അതിനായി കുസ്കോയിൽ നിന്നും അഗ്വാസ് കലിൻഡസ് എന്ന ബേസ് സ്റ്റേഷൻ വരെ ട്രെയിനിൽ യാത്ര ചെയ്യണം. പിന്നെ ബസ്സിലും. ഇതിൽ കുസ്കോ അഗ്വാസ് കലിൻഡസ് ട്രെയിൻ റൂട്ട് ഒരു സവിശേഷമായ അനുഭവം തന്നെയാണ്.
ഇൻകകൾ സേക്രഡ് വാലി എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഉറുമ്പാമ്പ താഴ്വരയിലൂടെയുള്ള രസകരമായ സഞ്ചാരം. ഉറുബാമ്പ നദിയായിരുന്നു ഇൻക സാമ്രാജ്യത്തിന്റെ സാംസ്കാരിക വാഹിനി. ഈ നദിക്ക് അഭിമുഖമായി നഗരങ്ങൾ നിർമ്മിക്കാനായിരുന്നു അവർ ശ്രമിച്ചിരുന്നതും. അതുകൊണ്ട് തന്നെ ധാരാളം ഇൻക ചരിത്ര അവശേഷിപ്പുകൾ നദീതീരത്തെങ്ങും കാണാനാകും. ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ട് ആ ഡെസ്റ്റിനേഷനുകൾ സന്ദർശിക്കാനും കഴിയും. ചെങ്കുത്തായി ഉയരുന്ന ആൻഡീസ് പർവ്വതനിരയുടെ താഴ്വാരത്തു കൂടിയാണ് ഉറുബാമ്പ ഒഴുകുന്നത്. ഇതിന് തീരത്തുകൂടി റെയിൽവേ ലൈനും കടന്നുപോകുന്നു. മനോഹരമാണ് പർവ്വതങ്ങളും താഴ്വരകളും ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും നദിയുമെല്ലാം ഉൾപ്പെടുന്ന കാഴ്ചകൾ. അഗ്വാസ് കലിൻഡസിൽ നിന്നും നമുക്കിനി 400 മീറ്ററോളം ഉയരത്തിലുള്ള മാച്ചു പിച്ചുവിലേക്ക് പോകാം. ഇൻക സാമ്രാജ്യത്തിന്റെ ഏറ്റവും വിസ്മയകരമായ സൃഷ്ടികളിലൊന്നായ നൂറ്റാണ്ടുകളോളം ലോകത്തിന്റെ കണ്ണിൽപ്പെടാതെ ആൻഡീസ് മലനിരകൾക്കിടയിൽ മറഞ്ഞുകിടന്ന ഒരു പുരാതന നഗരം. ആർക്കിയോളജിക്കൽ സൈറ്റിന് സമീപം വരെ ബസ് സർവീസ് നടത്തുന്നുണ്ട്. കുത്തനെ ഉയരുന്ന മലനിരകളും നദിയും താഴ്വരകളും അടങ്ങുന്ന പ്രകൃതിയുടെ സുന്ദരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് യാത്ര. ബസ്സിൽ നിന്നിറങ്ങി അല്പം നടന്നാൽ മാച്ചു പിച്ചു പട്ടണത്തിന്റെ ഒരതിരിലേക്ക് എത്തും. ഇവിടെ നിന്നും ഇൻകകൾ നിർമ്മിച്ച ആ അത്ഭുത കാഴ്ച ആരംഭിക്കുകയായി. അർബൻ ഏരിയ, കൾട്ടിവേഷൻ ഫാംസ് എന്നിങ്ങനെ രണ്ടായി മാച്ചു പിച്ചുവിനെ തിരിക്കാനാകും. അതിൽ അർബൻ ഏരിയയിൽ നിരവധി നിർമ്മിതികളുടെ അവശേഷിപ്പുകളുണ്ട്. ക്ഷേത്രങ്ങൾ, കൊട്ടാരം, പ്രഭുമന്ദിരങ്ങൾ, ഭരണസ്ഥാപനങ്ങൾ, കലവറ, ജയിൽ എന്നിങ്ങനെ ഒരു നഗരത്തിന് വേണ്ടതെല്ലാം ഇവിടെ ഒരുക്കിയിരുന്നു. ഇന്ന് അവയുടെയെല്ലാം തകർന്ന ഭാഗങ്ങൾ ഇവിടെ കാണാം. ഇൻക സാമ്രാജ്യം അവസാനിച്ച ശേഷം ആളുകൾ ഒഴിഞ്ഞു പോവുകയും ഏറെക്കാലം മറഞ്ഞു കിടക്കുകയും ചെയ്തതിനാലാണ് മാച്ചു പിച്ചു ഈ വിധമെങ്കിലും അവശേഷിച്ചത്. അർബൻ ഏരിയയിലൂടെ നടക്കുമ്പോൾ ശിലകൾ ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്നതിൽ ഇൻകകൾക്കുണ്ടായിരുന്ന പ്രാഗൽഭ്യം കാണാനാകും. രൂപത്തിനനുസരിച്ച് കല്ലുകൾ മിനുക്കിയെടുത്ത് കൂട്ടിയിണക്കുന്ന സാങ്കേതിക വിദ്യയിലൂടെയാണ് അവർ ഇത്രയും ശക്തമായ അടിത്തറ മാച്ചു പിച്ചുവിനായി ഒരുക്കിയെടുത്തത്. മാച്ചു പിച്ചു സന്ദർശിക്കുമ്പോൾ ഗൈഡ് കൂടെ ഉണ്ടാകുന്നതാണ് ഉത്തമം. സൈറ്റിലെ ഓരോ ഭാഗവുമായി ബന്ധപ്പെട്ടും കൗതുകകരമായ വിവരങ്ങൾ ഗൈഡ് പങ്കുവയ്ക്കും. ഒരു കൽക്കെട്ടിനപ്പുറം മാച്ചു പിച്ചുവിന്റെ ചരിത്രം കൂടി അറിയുമ്പോഴാകും യാത്ര പൂർണ്ണമാവുക. അർബൻ മേഖല കഴിഞ്ഞാൽ പിന്നെയുള്ളത് കൃഷിയിടങ്ങളാണ്. ഇവിടേക്ക് വേണ്ട ധാന്യവും പച്ചക്കറികളുമെല്ലാം മാച്ചു പിച്ചുവിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. നഗരം നിർമ്മിക്കുന്നതിലും അധികം ശ്രമകരമായിരുന്നു ഫാമിംഗ് ടെറസുകളുടെ നിർമ്മാണം. മാച്ചു പിച്ചുവിലെ പ്രധാന സൈറ്റിനു പുറമെ സമീപത്തെ കുന്നുകളിലും കൂടി ഫാമുകളും കെട്ടിടാവശിഷ്ടങ്ങളും മറ്റുമുണ്ട്. അവിടേക്ക് പോകാനും കാഴ്ചകൾ കാണാനും ടൂറിസ്റ്റുകൾക്ക് അനുവാദവും നൽകുന്നുണ്ട്. മാച്ചു പിച്ചുവിലെ സൂര്യോദയം ഒരു സുന്ദരമായ കാഴ്ചയാണ്. അതുപോലെ സൂര്യാസ്തമയ ശേഷമുള്ള മാച്ചു പിച്ചുവും സവിശേഷമായ അനുഭവമാണ്. ആൻഡീസ് മലനിരകളുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കുസ്കോ ഇൻക സാമ്രാജ്യത്തിന്റെ ചരിത്രവും സ്പാനിഷ് കൊളോണിയൽ പൈതൃകവും ഒരുപോലെ സംരക്ഷിച്ചിരിക്കുന്ന അപൂർവ നഗരമാണ്. കല്ലുകൊണ്ടുള്ള ഇൻക നിർമ്മിതികളും മനോഹരമായ കൊളോണിയൽ ദേവാലയങ്ങളും വർണ്ണാഭമായ തെരുവുകളും ഈ നഗരത്തിന് വേറിട്ടൊരു ആകർഷണം നൽകുന്നു.
ലോകമഹാത്ഭുതമായ മാച്ചു പിച്ചുവിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം എന്ന നിലയിലും പെറുവിലെ സാംസ്കാരിക ടൂറിസത്തിന്റെ കേന്ദ്രമെന്ന നിലയിലും കുസ്കോ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു.